എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ താമസിക്കുന്ന തേവള്ളിയിലാണ്. ഞാനിപ്പോൾ ഈ ക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ഒരു ആദ്യമായ ആഗ്രഹം കൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്, ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ. ഞാനൊരു 8-9 വർഷത്തിനകത്താണെന്ന് തോന്നുന്നു ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ, ബൈ ചാൻസിൽ വന്നപ്പോൾ ഇവിടെ ആൾ നിൽക്കുന്നു. ഞാനൊരു ഭക്തനാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ കയറിയപ്പോൾ ഇങ്ങനെ ഒരു ലോക്കറ്റ് ഉണ്ടെന്നും, അപ്പോൾ ക്ഷേത്രത്തിലേക്ക് അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്വർണ്ണ കടക്കാട് പരസ്യമൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം കൊണ്ടായിരിക്കാം ഞാനൊരു ഗോൾഡ് കോയിനും ഒരു സിൽവർ കോയിനും വാങ്ങിച്ചു. സിൽവറല്ല, നാണയത്തിൻ്റെ. ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി ആ വർഷം അവസാനം ആയപ്പോഴത്തേക്ക് തന്നെ അടുത്ത വർഷത്തെ നക്ഷത്രം വന്നപ്പോൾ തന്നെ ഞാനൊന്ന് വിലയിരുത്തി നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഫീൽ ചെയ്തു. കുറച്ച് സ്വർണ്ണം മേടിക്കാനും അതിൻ്റെ ക്രയവിക്രയം ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം കിട്ടി. മാത്രമല്ല സാമ്പത്തികമായിട്ട് തന്നെ എനിക്ക് ഒരുപാട് കാശുകൾ വിനിയോഗിക്കാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടായി. അപ്പോൾ അത് മുൻകാല വർഷങ്ങളെക്കാൾ ഞാനൊരു ബിസിനസ്സുകാരനാണ്, മുൻകാല വർഷങ്ങളെക്കാളൊക്കെ വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത വർഷവും ഞാനിത് വാങ്ങിച്ചു. അപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ ഒരു വെച്ചിട്ട് ഞാൻ 2 കോയിൻ മേടിച്ചു. 2 കോയിൻ മേടിച്ചിട്ട് ഒന്ന് എൻ്റെ വീട്ടിലും വെച്ചു, ഒന്ന് എൻ്റെ പേഴ്സിലും വെച്ചു. അത്ഭുതകരമായിട്ടുള്ള ഒരു വ്യത്യാസം എനിക്ക് ബിസിനസ്സിലും എല്ലാം ഉണ്ടായി. അങ്ങനെ തുടർച്ചയായി ഞാൻ 6, 7, 8 വർഷമായി. ഇതിനൊരു വ്യത്യാസം പറയാൻ, കഴിഞ്ഞ ഒരു വർഷം ഞാൻ വന്നപ്പോൾ താമസിച്ച് പോയതോ എങ്ങനെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് പത്രത്തിൽ പരസ്യം വരുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ തന്നെ ഞാൻ ഇവിടെ വിളിച്ച് ഫോണിൽ കൂടെ ബുക്ക് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം എങ്ങനെയോ അത് എൻ്റെ മിസ്സായി പോയി. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഗോൾഡ് കോയിൻ കിട്ടിയില്ല. ആ ഗോൾഡ് കോയിൻ കിട്ടാത്തതിൻ്റെ കൊണ്ട് എൻ്റെ വിശ്വാസം എനിക്ക് സ്വർണ്ണത്തിന് മേടിക്കാനോ അല്ലെങ്കിൽ അതൊരു ക്രയവിക്രയം ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടിയില്ല. പക്ഷേ ഞാൻ മറ്റേ കോയിൻ മേടിച്ചു. ആ കോയിൻ വെച്ചിട്ട് എനിക്ക് സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ പഴയതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഒരുപാട് പൈസ കൈകാര്യം ചെയ്യാനും ഒക്കെ ഉള്ള അവസരം കിട്ടി. മാത്രമല്ല ഈ ആദ്യത്തെ ഒരു വർഷത്തിൽ ആ ഒരു വ്യത്യാസം വന്നപ്പോൾ തന്നെ ഞാനിത് എൻ്റെ ബിസിനസ് സ്ഥാപനത്തിലേക്കും ഒരു കോയിൻ മേടിച്ച് കൊണ്ടുവച്ചു. എനിക്ക് നല്ല മാറ്റം, അത് നല്ല മാറ്റം എന്ന് പറയാനല്ല, എനിക്കത് ഫീൽ ചെയ്തു, ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്തു. അതുകൊണ്ട് ഇന്നും ഞാൻ ഇവിടെ വാങ്ങിക്കാൻ വന്ന കാര്യം എന്ന് പറഞ്ഞാൽ, പത്രത്തിൽ 2-3 ദിവസം കൊണ്ട് സ്വർണ്ണക്കടക്കാരുടെ പരസ്യം വരുന്ന നക്ഷത്രയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പരസ്യം കണ്ടില്ല. അപ്പോൾ ഞാനിന്ന് ജോലിക്ക് പോയിട്ട് അവിടെ ഇന്നപ്പോൾ എനിക്കൊരു ഉറപ്പില്ല ഇത് കാണാൻ മിസ്സായി പോകുമെന്നുള്ളത്. അപ്പോൾ 2-3 ദിവസം സ്വർണ്ണക്കടക്കാർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ അവിടെ തിരിച്ച് ഇവിടെ വന്ന് റോഡിൽ വന്നപ്പോൾ തന്നെ ഇവിടെ അന്നദാനം നടക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇന്നായിരിക്കും എന്ന്. എന്തായാലും കയറിയപ്പോൾ അല്ല, നാളെയാണ്. ഞാൻ പതിവുപോലെ തന്നെ ഗോൾഡ് കോയിനും അതുപോലെ മറ്റേ കോയിനും ഞാൻ മേടിച്ചു. എനിക്ക് എൻ്റെ പേഴ്സ് വെക്കാൻ, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ ഭാര്യയുടെ പേഴ്സ് വെക്കാൻ, എൻ്റെ ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം വെക്കാൻ. അത് തുടർച്ചയായി ഇത്രയും വർഷം ചെയ്യുന്നത് എൻ്റെ ഒരു വിശ്വാസവും എനിക്കതിനകത്തൊരു നേട്ടം ഉണ്ടായെന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായത് മാത്രമാണ്. ഞാനിപ്പോൾ ഇത് ഇവിടുത്തെ ഭാരവാഹി പറഞ്ഞുകൊണ്ട് എൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് ഇതൊന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയാമെന്ന് ചോദിച്ചു. ഞാൻ ഒരു മടിയും കാണിക്കാതെ ഇത് പറയണം. എൻ്റെ അനുഭവം പറയുന്നതിന് എനിക്ക് ഒരു ഇതുമില്ലല്ലോ. അതുകൊണ്ട് ഇത് ഒന്നിനും ഞാൻ ഒരു പ്രൊമോഷൻ ഒന്നുമല്ല, എൻ്റെ സത്യസന്ധമായ അനുഭവം പറയാം. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്, കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുകയാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. എൻ്റെ ഒരു അഭിപ്രായം പറയാം. നിങ്ങളും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒറ്റ തവണ അതിനൊരു വ്യത്യാസം നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കുക. അതനുസരിച്ചിട്ട് നിങ്ങൾക്കും അത് തുടർന്ന് ചെയ്യാവുന്നതാണ്. നമസ്കാരം. മഹാകായ പ്രഭാം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ശ്രീ പാർവതി പരമേശ്വരായ നമഃ. എന്നോட പേര് ചന്ദ്രശേഖര ശർമ്മനാണ്. ശ്രീ പട്ടാറപുല മഹാഗണപതി க்ஷேத்திரத்திൻ്റെ തിരുമേനിയാகும். ഇന്ന് അക്ഷയ തൃതീയ ഉണ്ട്. ரொம்ப விசேஷமான ദിവസം. வருஷത്തിന് வர ഈ മേടമാസത്തിൻ്റെ അക്ഷയ തൃതീയங்கிறது ரொம்ப ஒரு விசேஷமான ദിവസமாகும். ഈ ദിവസത്തിൽ நாம் ഏത് നന്മ കാര്യങ്ങൾ നടത്തിനാലും ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത്, 4 പേർക്ക് നന്മ ചെയ്യുന്നത്, അന്നദാനം ചെയ്യുന്നത്, ബാക്കി ഭഗവാനെ வந்து തൊഴുന്നത്, ഈ ക്ഷേത്രത്തിൽ വിശേഷ പൂജകൾ ഹോമங்கள்லாம் நடத்தி பக்தஜனங்கள்லாம் வந்து கலந்து கொண்டது ரொம்ப விசேஷமானது. நம்மளுடைய பிரார்த்தனைகள் எதுவாக இருந்தாலும், குறைகள், எந்த சங்கடங்கள், விக்னங்கள் எதுவாக இருந்தாலும் தெய்வத்தை நம்ம ഈ ദിവസത്തിൽ வந்து പ്രാർത്ഥിച്ച് തൊഴുது കൊണ്ട് വഴിപാട് നടത്തി കൊണ്ട് പോകുന്ന ശേഷം ആ ഭഗവാനുடைய അനുഗ്രഹം പരിപൂർണമായിട്ട് ഈ ക്ഷേത്രം நம்ம കൊല്ലത്തിൻ്റെ ചിന്നക്കടയിൽ ശ്രീ ഉമാമഹേശ്വര അമ്പലം ഈ അമ്പലത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ வந்து ഈ திருமணமாகாதவங்கெல்லாம் விவாகத்துக்கு வேண்டி സ്വയംവര പാർവതി അർച്ചനെല്ലാം വഴിപാട് നടത്തിക്കൊണ്ട് വന്ന ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി വിവാഹം നടക്കുന്നവർക്ക് എല്ലാവർക്കും നടക്കും. Ladies and gentlemen, namaskar. Welcome to Bab's Swaminarayan Mandir in Abu Dhabi, capital of United Arab Emirates. This is indeed one of the largest temple built in West Asia. It's officially open from 1st of March for visitors.
Would you like to come? Please contact Connect World for special rates and packages. Dhanyavad. Ladies and gentlemen, Namaskar. Welcome to Babs Swaminarayan Mandir in Abu Dhabi, capital of United Arab Emirates. This is one of the largest temples built in West Asia. Would you like to visit here? For special rates and packages, contact Connect World. Dhanyavad. Namaskar, Vanakkam. Welcome to Babs Swaminarayan Mandir based in Abu Dhabi, capital of United Arab Emirates. This is one of the largest temples built in West Asia. Would you like to visit here? Please contact Connect World for special packages and rates. Thank you. ഞാൻ പൂനെയിൽ നിന്ന് വന്നതാണ്. എൻ്റെ മകൻ്റേതായിട്ടുള്ള കല്യാണക്കാര്യത്തിന് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥിച്ച് 12 പൂജ നടത്താൻ പറഞ്ഞ് പൂജകളെല്ലാം കഴിഞ്ഞ് 10 ദിവസത്തിനകത്ത് എൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ മോൻ്റെ കല്യാണമാണ്. അതിനെല്ലാവിധ മേലെ അനുഗ്രഹം ഉണ്ടാകട്ടെ. MSCBയുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രകാരം നാട്ടിൽ വരും. എൻ്റെ മോളെ കല്യാണം കഴിക്കുന്ന നീണ്ടകര, കൊല്ലം നീണ്ടകര കണ്ണാട്ടൂർ ക്ഷേത്രത്തിനടുത്താണ്. ഞാൻ എപ്പോഴും വന്നും പോയി നിൽക്കുന്നതാണ്. ഇവിടെ അമ്മയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോൻ്റെ വിവാഹം എല്ലാം ഉറച്ചു. 12 വിളക്കെടുത്തു. എടുത്തപ്പോഴത്തേക്ക് എൻ്റെ മകൻ്റെ വിവാഹം എല്ലാം ഉറച്ചു. അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ കല്യാണമാണ്. ഞങ്ങൾക്ക് പൂനെയിൽ നിന്ന് വന്നവരാണ്. പൂനെയിൽ നിന്ന് വന്ന് എൻ്റെ ആങ്ങളെയാണ് ഇതെടുത്തത്. അതിൻ്റെ ഇതായിട്ട് എല്ലാം ഉറച്ച് നല്ല സകല ഐശ്വര്യങ്ങളും അമ്മ ഭഗവാൻ ഞങ്ങൾക്ക് തരട്ടെ. നമ്മളെല്ലാവരും മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക മക്കൾക്ക് വേണ്ടി. അമ്മമാരുടെ മനസ്സാണ് മക്കൾക്ക്. അത് പ്രാർത്ഥിക്കുക. മാമകേശ്വരി അമ്മയെ എപ്പോഴും മനസ്സിൽ കാണുക. അതിൻ്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരിക്കും. കൊല്ലം ശ്രീ ഉമാമകേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ 7:30 മുതൽ 12 മണി വരെ വിവാഹ തടസ്സം നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി മംഗല്യ പൂജ നടക്കുന്നു. അതായത് സ്വയംവര പൂജ നടക്കുന്നുണ്ട്. ഈ സ്വയംവര പൂജയിൽ പങ്കെടുത്ത് അർച്ചനയും ചെയ്ത് പൂജ സമർപ്പിക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മംഗല്യത്തിലുണ്ടായിരിക്കുന്ന തടസ്സങ്ങളെല്ലാം മാറി ആ വിവാഹം സഫലമാകുന്നു. നമ്മൾക്ക് സമയദോഷം കൊണ്ട് ഉണ്ടാകുന്ന ഈ മംഗല്യ തടസ്സത്തിൽ ശിവപാർവതിമാർ ഒരുമിച്ച് കുടികൊള്ളുന്ന ശ്രീ ഉമാമകേശ്വര ക്ഷേത്ര സന്നിധിയിൽ വന്ന് 12 ആഴ്ച ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹ ആശീസ്സുകൾ ലഭിക്കുന്നു. ഈ പൂജയിൽ പങ്കെടുത്ത് അനേകായിരം കുട്ടികൾക്കാണ് വിവാഹ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത്. ഭഗവാന്റെ തിരുസന്നിധിയിൽ വരാനും ഭഗവാന്റെ നാമജപങ്ങളിൽ പങ്കെടുത്ത് ഈ സ്വയംവര പൂജയെ അർച്ചന ചെയ്ത് നമ്മളുടെ കാര്യം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ച് പൂജയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ കുട്ടികളുടെയും മംഗല്യ തടസ്സം മാറ്റി ഭഗവാൻ വിവാഹ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഭക്തർക്ക് മംഗല്യത്തിൽ ഉണ്ടായിരിക്കുന്ന യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ മുന്നോട്ട് വളരെ ഭംഗിയായി കുടുംബജീവിതം നയിക്കാൻ സാധിക്കുന്നു. വിവാഹം കഴിഞ്ഞവർക്കും ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കാവുന്നതാണ്. അവരുടെ ദാമ്പത്യ സൗഖ്യത്തിനും അവർ ദാമ്പത്യത്തിലുണ്ടായിരിക്കുന്ന കലഹങ്ങൾ മാറുന്നതിനും എല്ലാം ഈ പൂജയിലൂടെ സാധിക്കുന്നു. 12 ആഴ്ചയാണ് ഈ പൂജ എടുക്കേണ്ടത്. ഭഗവാന്റെ തിരുസന്നിധിയിൽ വരാനും ഭഗവാന്റെ നാമജപങ്ങളിൽ പങ്കെടുക്കാനും ഈ സ്വയംവര പൂജയിൽ പങ്കെടുക്കാനും നമ്മൾക്ക് ഈ കഴിയുക കാലഘട്ടത്തിൽ ഭഗവാൻ ഒരവസരം തന്നിരിക്കുകയാണ്. ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുന്ന ഒരു ഭക്തരെയും ഭഗവാൻ കൈവിടുകയില്ല. ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് ഭഗവാന്റെ സഹസ്രനാമം ജപിച്ച് ഭഗവാന്റെ ഉമാമകേശ്വര അഷ്ടോത്തരം ജപിച്ച് ഭഗവാന്റെ സ്വയമന്ത്ര മന്ത്രം ജപിച്ച് ഈ പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ വിവാഹത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭഗവാൻ മാറ്റിത്തരുന്നു. എത്രത്തോളം ഭക്തർ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് കൂട്ടമായി നാമജപം ജപിക്കുന്നു അത്രത്തോളം ഭഗവാന് ചൈതന്യവും ശക്തിയും വർദ്ധിക്കുന്നു. ഭഗവാന്റെ ശക്തിയും ചൈതന്യവും വർദ്ധിക്കുന്നതിനനുസരിച്ച് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഭഗവാൻ നല്ല അനുഭവങ്ങൾ നൽകുകയും നല്ല സാമ്പത്തിക ജീവിതം നൽകുകയും ചെയ്യുന്നു. അവരുടെ കുടുംബജീവിതം സന്തോഷപ്രദമാക്കുവാനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുവാനും ഈ പൂജയിൽ പങ്കെടുക്കുന്നതിലൂടെ ഓരോ വ്യക്തികൾക്കും സാധിക്കുന്നു. അതുകൊണ്ട് കൊല്ലം ഉമാമകേശ്വര ക്ഷേത്രത്തിൽ എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ 7:30 മുതൽ 12 മണി വരെ നടക്കുന്ന ഈ സ്വയംവര പൂജയിൽ മംഗല്യ തടസ്സം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികളും വന്ന് ഈ പൂജയിൽ പങ്കെടുക്കാനും അവരുടെ ആഗ്രഹം നിറവേറാനും
ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും ആശിസ്സും ഉണ്ടാവട്ടെ എന്നും ഭഗവത് തിരുസന്നിധിയിൽ എല്ലാവർക്കും വരാനും ഈ കലിയുഗ കാലഘട്ടത്തിൽ ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് ഭഗവാന്റെ നാമജപം പങ്കെടുക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്നും അനുഗ്രഹിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാ ഭക്തർക്കും ഉണ്ടാകട്ടെ. എല്ലാവരും കൊല്ലം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ പൂജയിൽ പങ്കെടുക്കാൻ വരേണ്ടതാണ്. എല്ലാവർക്കും മംഗല്യ തടസ്സം ഇനിയൊരു വിഷയമേ അല്ല. നമുക്ക് ഭഗവാന്റെ തിരുസന്നിധിയിൽ വന്ന് പൂജയിൽ പങ്കെടുക്കുമ്പോൾ ഭഗവാൻ നല്ല നല്ല വിവാഹം നമുക്ക് കൊണ്ടുതരുന്നു. ഇപ്പോൾ തന്നെ ഇവിടെ അനേകായിരം കുട്ടികൾക്കാണ് വിവാഹം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരിട്ട് വന്ന് ഈ പൂജയിൽ ഇരുന്ന് പൂജ ചെയ്യാനുള്ളൊരു ഭാഗ്യവും കൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാവിലെ 7:30-ക്ക് ആദ്യത്തെ ബാച്ചും രാവിലെ 10 മണിക്ക് രണ്ടാമത്തെ ബാച്ച് പൂജയും തുടങ്ങുന്നതാണ്. ഈ 2 ബാച്ചിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. 12 ആഴ്ച തുടർച്ചയായി ഈ പൂജയിൽ പങ്കെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുന്നു. എല്ലാവർക്കും നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ഭഗവാന്റെ അനുഗ്രഹ ആശീസ്സുകൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു. महेश्वर महेश्वर उमा महेश्वर 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 कोल्लम वाळुम उमा महेश्वर कोल्लम वाळुम उमा महेश्वर 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 उमा महेश्वर कोल्लम वाळुम उमा महेश्वर कोल्लम वाळुम उमा महेश्वर गंगाधर महेश जडाधर महेश गौरीश महेश कोल्लम वाळुम उमा महेश्वर कोल्लम वाळुम उमा महेश्वर गंगाधर महेश जडाधर महेश गौरीश महेश कोल्लम वाळुम उमा महेश्वर कोल्लम वाळुम उमा महेश्वर 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 उमा महेश्वर कोल्लम वाळुम उमा महेश्वर कोल्लम वाळुम उमा महेश्वर 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 उमा महेश्वर 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 उमा महेश्वर 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 उमा महेश्वर 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 उमा महेश्वर कोल्लम वाळुम उमा महेश्वर कोल्लम वाळुम उमा महेश्वर कोल्लम वाळुम उमा महेश्वर कोल्लम वाळुम उमा महेश्वर
മഹേശ്വര മഹേശ്വര ഉമാ മഹേശ്വര 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 ഉമാ മഹേശ്വര 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 ഉമാ മഹേശ്വര മഹേശ്വര മഹേ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്ര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10 മണി മുതൽ സുമംഗലി പൂജ ആരംഭിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളോടും സന്തോഷപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. ദാമ്പത്തിക ഐക്യത്തിനും ഭാര്യ-ഭർത്തൃ ബന്ധം സുഗമമായി പോകുന്നതിനും വേണ്ടി ശ്രീ ഉമാമഹേശ്വര സന്നിധിയിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10 മണി മുതൽ സുമംഗലി പൂജ ആരംഭിക്കുകയാണ്. കൈലാസനാഥൻ കല്യാണ രൂപത്തിൽ കുടുംബസമേതം വാണരുളി അനുദിനം ശക്തി ചൈതന്യം ചൊരിഞ്ഞുകൊണ്ട് ഒരേ പീഠത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദീർഘസുമംഗലി കുടുംബ ഐശ്വര്യ പൂജ ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. എല്ലാ കുടുംബത്തിലും ദാമ്പത്യ ഐക്യത്തിനും ദാമ്പത്യ കലഹം നീങ്ങുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി സർവ്വ ഐശ്വര്യത്തോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനും വേണ്ടി സുമംഗലികൾക്ക് പങ്കെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു പൂജയാണ് കൊല്ലം ശ്രീ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ആരംഭിക്കുന്ന ഈ ദീർഘസുമംഗലി പൂജ. ഈ പൂജയിൽ പങ്കെടുക്കുന്ന സുമംഗലികളായ സ്ത്രീകൾ എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യവും ഉമാമഹേശ്വരൻ്റെ അനുഗ്രഹത്തിൽ ഉണ്ടാകുന്നതാണ്. 21 വ്യാഴാഴ്ച തുടർച്ചയായിട്ടാണ് ഈ പൂജയിൽ പങ്കെടുക്കേണ്ടത്. 21 വ്യാഴാഴ്ച ഈ പൂജയിൽ പങ്കെടുത്തു കഴിയുമ്പോൾ അവർക്ക് സകലവിധ ഐശ്വര്യവും ഫലസിദ്ധിയും ഉണ്ടാകുന്നതാണ്. പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ 120 രൂപ അടച്ച് നമുക്ക് ക്ഷേത്ര സ്റ്റാളിൽ നിന്ന് തന്നെ സ്വീകരിക്കാവുന്നതാണ്. കുടുംബത്തിൽ നിലനിൽക്കുന്ന കലഹങ്ങളെല്ലാം മാറി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ദീർഘമായ ഒരു ബന്ധം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ സുമംഗലി പൂജ നടത്തുന്നത്. കനകധാര ശ്ലോകവും ശ്രീസൂക്തവും ഉൾപ്പെടെയുള്ള അതിവിശിഷ്ടമായ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ പൂജയിൽ എല്ലാ സുമംഗലികളും പങ്കെടുക്കേണ്ടതാണ്.